നമ്മൾ നേരത്തെ പലയാവർത്തി പറയാറുണ്ട് ദൃശ്യം മോഡൽ കൊലപാതകം. എനിക്ക് തോന്നുന്നു അക്ഷരാർത്ഥത്തിൽ ഇതാണ്, ഈ സിനിമയാണ് ദൃശ്യം മോഡൽ കൊലപാതകം. കാര്യം ഈ സിനിമ താൻ പലയാവർത്തി കണ്ടിട്ടുണ്ടെന്ന് ജയന്തൻ പോലീസിനോട് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ പലയാവർത്തി കണ്ടതിൻ്റെ ഐഡിയയിലായിരിക്കണം കൊല നടത്തിയതിന് ശേഷം മറ്റൊരാളുടെ പറമ്പിൽ, വീട് പണി നടക്കുന്ന മറ്റൊരാളുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിടുക എന്നുള്ള ആശയം അയാൾക്കുണ്ടാവുന്നത്. അവിടെ കൊണ്ട് കുഴിച്ചിട്ടു. മാത്രമല്ല വീടിനകത്ത് കോൺക്രീറ്റ് ഉണ്ട്. ആ കോൺക്രീറ്റ് കുത്തിപ്പൊളിച്ച് അതിനകത്തിട്ടാൽ കോൺക്രീറ്റ് കുത്തിപ്പൊളിക്കുന്നത് കൊണ്ട് സംശയമുണ്ടാകും. അതുകൊണ്ടാണ് വീടിന് പുറത്ത് മറ്റ് പറമ്പിൽ അത് കുഴിച്ചിടുന്നത്. കുഴിച്ചിട്ട സ്ഥലം ഇയാൾ പിന്നെയും നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷിക്കുമ്പോൾ അവിടെ നായ്ക്കൾ വന്ന് കുഴിക്കുന്നതായുള്ള ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷമാണ് അവിടെ കോൺക്രീറ്റിൻ്റെ മിശ്രിതം, ഒരു കുഴച്ച പരുവത്തിൽ കോൺക്രീറ്റിൻ്റെ മിശ്രിതം ഈ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തിന് മുകളിൽ അയാൾ കൊണ്ട് നിരത്തുന്നത് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അതോ കോൺക്രീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ മഴയത്ത് അതിനുശേഷം മഴയായിരുന്നു ആ മേഖലയിൽ, മഴയത്ത് പാളിപ്പോയതാണോ എന്ന കാര്യം എന്തായാലും ഇപ്പോൾ വ്യക്തമല്ല. അതിനുശേഷമാണ് വിജയലക്ഷ്മിയുടെ ഫോൺ കൊണ്ട് ബസ്സിൽ ഉപേക്ഷിക്കുന്നത്. അതാണ് പോലീസിന് അന്വേഷണത്തിൽ പിടിവള്ളിയായത്. മാത്രമല്ല വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് കരുതി സഹോദരി 6-ാം തീയതി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ആ മിസ്സിംഗ് കംപ്ലൈൻറ്റും ഇതിലേക്കെത്തി. ആ മിസ്സിംഗ് കംപ്ലൈൻറ്റും കിട്ടിയ ഫോണിൻ്റെ കോൾ റെക്കോർഡ് പരിശോധനയും നമ്പരും അടക്കമുള്ള പരിശോധനയിലാണ് കൃത്യമായി ഇത് വിജയലക്ഷ്മിയാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നതും ഇതിന് പിന്നിൽ ജയേന്ദ്രനാണ് എന്ന കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് രണ്ടുപേരും ഒരു സ്ഥലത്ത് ഈ പറയുന്ന ദിവസം ഉണ്ടായിരുന്നു എന്ന കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസിനെ സഹായിച്ചത് അത് ഈ ഫോൺ പരിശോധന തന്നെയാണ്. മനീഷ് മഹിബാൽ തുടരുന്നുണ്ട്. മനീഷ്, മനസ്സിലാക്കുന്ന മൃതദേഹം പൂർണ്ണമായി പുറത്തേക്കെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റിയോ? ഇനി എന്താണ് പോലീസ് നടപടി? മനീഷ്. ഹാഷ്മി, എല്ലാ നടപടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ മൃതദേഹം പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടപടികൾക്ക് കൂടി കാക്കണം. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ കൂടി ഇവിടെ വെച്ച് നടത്തി അത് കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 6 കിലോമീറ്റർ അടുത്തുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ, പിന്നീട് DNA ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ഈ ബോഡി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും ഇത് വിജയലക്ഷ്മിയുടെ തന്നെയാണോ എന്ന്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധന കൂടി നിയമപരമായി വേണ്ടത് കൊണ്ട് തന്നെ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ചിലരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഈ സമയത്ത് 6-ാം തീയതിയും 7-ാം തീയതിയും ഈ പരിസരത്ത് ഇയാളെ കണ്ടതും ഇയാൾ കടയിലേക്ക് പോകുന്ന സമയത്ത് കണ്ടു എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അത്തരം ആളുകളെ പോലീസ് രഹസ്യമായി കണ്ട് സംസാരിക്കുകയും ഇയാളുടെ അന്നത്തെ നീക്കങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് എന്താണെന്ന് നടന്നതെന്നും മറ്റെന്തെങ്കിലും ദുരൂഹതയുടെ പിന്നിലുണ്ടോ എന്നും ഇത് പഴുതടച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം ഈ സമയത്ത് തന്നെ തെളിവ് ശേഖരണം, ഒപ്പം തന്നെ സാധാരണ കേസുകളിൽ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കുഴിച്ചു മൂടിയ വ്യക്തി ഒന്നെങ്കിൽ ഒളിവിൽ പോയിരിക്കാം. സുഭദ്ര കേസിലേക്ക് അങ്ങനെയായിരുന്നു. ആദ്യം കുഴിച്ചു മൂടി എന്ന നിലയിൽ കണ്ടെത്തി, പിന്നീട് മൃതദേഹം പുറത്തെടുത്തു, പിന്നീട് പ്രതികളെ ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി, പിന്നീട് അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുഴിച്ചു മൂടി കൊലപാതകം നടത്തിയ ശേഷം കുഴിച്ചു മൂടിയ ആൾക്കൊപ്പം തന്നെയാണ് ഇവിടെ എത്തി അയാൾ തന്നെ കുഴിച്ച് ഇട്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയും കുഴിച്ചിട്ട രീതി കാണിച്ചു കൊടുക്കുകയും കൊലപാതകം എങ്ങനെ നടത്തി എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അതായത് തെളിവെടുപ്പും ഈ പറയുന്ന മൃതദേഹം പുറത്തെടുക്കൽ അടക്കമുള്ള നടപടികൾ ഒരേ സമയം നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസിന്റെ തെളിവ് ശേഖരണം കൃത്യമായിരിക്കും. പോലീസിന് അതിന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിക്കാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ കോൺക്രീറ്റ് കൊണ്ട് അതിന്റെ മൂടാനുള്ള ഉദ്ദേശം എന്താണെന്ന് കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഇനി മറ്റൊരാളുടെ പറമ്പ് കൂടി ആയതുകൊണ്ട് അവിടെ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കാരണം ഈ പ്രതി പോലീസ് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ഈ കേസന്വേഷണത്തിൽ അറിയിക്കുന്നുണ്ട്. കേരളം ഞെട്ടിയ ആ കൊലപാതക വാർത്ത കേരളത്തെ ആദ്യം അറിയിച്ചത് 24 ആണ്. 24 ആദ്യം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ, അതിനുശേഷം എന്താണ് ഇത് ആ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് അവിടെ പോലീസ് എത്തി. പോലീസ് ഈ സംഭവ സ്ഥലം കറുത്ത ടാർപ്പ കൊണ്ട് മൂടുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ 24 കൂടി മാത്രം കാണും. എന്തായാലും അത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന, വലിയ വേദന ഉണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണെന്നാൽ തർക്കമില്ല. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും ഇതുവരെയുള്ള കൃത്യമായ അന്വേഷണത്തിൻ്റെ ഏറ്റവും ഗോൾഡൻ അവേഴ്സിൽ വളരെ കൃത്യമായി ഇടപെടാൻ പോലീസിന് കഴിയുന്നു. പ്രതിയെ പിടിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കണ്ടെത്തുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, സാഹചര്യ തെളിവുകൾ, ഫോൺ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തി ഇതുവരെയുള്ള കാര്യങ്ങൾ ഫുൾ പ്രൂഫായി പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ കേരള പോലീസിന് അഭിമാനിക്കാം.